കർണാടകയിലെ തിരക്കേറിയ ബസ് സ്റ്റാൻഡുകൾ, ക്ഷേത്ര പരിസരങ്ങൾ, പൊതുസ്ഥലങ്ങൾ, അവിടെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന നൂറുകണക്കിന് ആളുകൾ. തിരക്കേറിയ ആ കൂട്ടത്തിൽ ആരും ശ്രദ്ധിക്കാത്തൊരു സാധാരണക്കാരനായ മനുഷ്യൻ. കയ്യിലൊരു ബാഗ്, മാന്യമായ വസ്ത്രം, മുഖത്ത് നിഷ്കളങ്കമായ ചിരി, ആരും നോക്കിപ്പോകുന്ന പ്രകൃതം. കണ്ടാൽ ഒരു അധ്യാപകൻ്റെ വസ്ത്രധാരണ. പക്ഷേ ആ നിഷ്കളങ്കതയ്ക്കു പിന്നിൽ ഒളിപ്പിച്ചു വെച്ചിരുന്നത് ഇന്ത്യൻ കുറ്റാന്വേഷണ ചരിത്രം കണ്ട ഏറ്റവും കൊടും ക്രൂരനായ മനുഷ്യൻ. പേര് മോഹൻകുമാർ. പക്ഷേ ലോകം അയാളെ ആർത്തു വിളിച്ചത് മറ്റൊരു പേരായിരുന്നു, സൈനൈഡ് മോഹൻ. 20 സ്ത്രീകളെ കൊലപ്പെടുത്തി ഒരു തുള്ളി രക്തം വീഴ്ത്താതെ അതിപൈശാചികമായി മരണത്തിൻ്റെ വിത്തുകൾ വിതച്ച മനുഷ്യൻ. അയാൾ തൻ്റെ ക്രൂരശാചിത നടത്തിയത് നമുക്ക് പരിശോധിക്കാം. ആരാണ് സൈനൈഡ് മോഹനൻ അഥവാ മോഹൻകുമാർ? ദക്ഷിണ കന്നഡ ജില്ലയിലെ ബന്ധ്വാളിൽ നിന്നുള്ള ഒരു പ്രൈമറി സ്കൂളിലെ കായിക അധ്യാപകനായിരുന്നു മോഹൻകുമാർ. സമൂഹത്തിൽ മാന്യൻ, നിഷ്കളങ്കൻ. പക്ഷേ 2003 മുതൽ അയാളുടെ ജീവിതം മാറിമറിയാൻ തുടങ്ങി. വിവാഹപ്രായമെത്തിയിട്ടും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ടോ മറ്റു ബുദ്ധിമുട്ടുകൾ കൊണ്ടോ വിവാഹം നടക്കാതെ പോയ സ്ത്രീകളെയായിരുന്നു അയാൾ ലക്ഷ്യമിട്ടിരുന്നത്. അയാളുടെ കണക്കുകൂട്ടലുകൾ കൃത്യമായിരുന്നു. ബസ് സ്റ്റാൻഡുകളിലോ പൊതുസ്ഥലങ്ങളിലോ വെച്ച് സ്ത്രീകളെ പരിചയപ്പെടുന്നു. താനൊരു സർക്കാർ ഉദ്യോഗസ്ഥനാണെന്നും വലിയ ശമ്പളമുള്ള ജോലിക്കാരനാണെന്നോ വിശ്വസിപ്പിക്കുന്നു. ഏറ്റവും പ്രധാനം സ്ത്രീധനം വേണ്ട എന്നതായിരുന്നു. അതും നടക്കില്ലെന്ന് വിചാരിച്ചു നടക്കുന്ന സ്ത്രീകൾക്ക് മോഹൻകുമാർ ഒരു ദൈവദൂതനെ പോലെ തോന്നി. പക്ഷേ അത് പൈശാചിക മരണത്തിലേക്കുള്ള വിളിയാണെന്ന് അവർ അറിഞ്ഞിരുന്നില്ല. കൃത്യമായ ആസൂത്രണം. ഇര വലയിൽ വീണുകഴിഞ്ഞാൽ മോഹൻ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കും. വീട്ടുകാരോട് പറയാതെ തൻ്റെ കൂടെ വരാൻ അയാൾ അവരെ പ്രേരിപ്പിക്കും. ദൈവിക സന്നിധിയിൽ വെച്ചു തന്നെ വിവാഹം കഴിക്കാം എന്നായിരുന്നു വാഗ്ദാനം. സ്വർണ്ണാഭരണങ്ങളും നല്ല വസ്ത്രങ്ങളും അണിഞ്ഞ് വരാൻ അയാൾ ആവശ്യപ്പെടും. അവരെയും കൂട്ടി മോഹൻ മൈസൂരിലേക്കോ ബാംഗ്ലൂരിലേക്കോ യാത്ര പോകും. അവിടെ ഒരു ലോഡ്ജിൽ മുറിയെടുക്കും. ആ രാത്രി അയാൾ അവരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടും. പുലരുന്ന വേളയിൽ തൻ്റെ യഥാർത്ഥ മുഖം അയാൾ പുറത്തെടുക്കും. പുറപ്പെടുന്നതിനു മുമ്പ് ഗർഭധാരണ ഒഴിവാക്കാൻ എന്ന പേരിൽ അയാൾ അവർക്കൊരു ഗുളിക നൽകും. പക്ഷേ അത് കഴിക്കേണ്ടത് ലോഡ്ജ് മുറിയിൽ നിന്നുമല്ല, പൊതുസ്ഥലത്തെ ശുചിമുറിയിൽ നിന്നും മതിയെന്ന് അയാൾ ആജ്ഞാപിക്കും. ഛർദ്ദിച്ചാലോ ചിലപ്പോൾ എന്ന ന്യായമാണ് അയാൾ പറയുക. അയാളെ വിശ്വസിച്ച് ശുചിമുറിയിൽ കയറുന്ന യുവതികൾ ഗുളിക കഴിക്കുന്നു. നിമിഷങ്ങൾക്കകം ശ്വാസം കിട്ടാതെ, നിലവിളിക്കാൻ പോലും ആകാതെ അവർ കുഴഞ്ഞു വീണു മരിക്കുന്നു. ആ സമയം അവരുടെ ആഭരണങ്ങളുമായി മോഹൻകുമാർ നാടുവിടുന്നു. അന്വേഷണത്തിൻ്റെ വഴിത്തിരിവ്. വർഷങ്ങൾ കടന്നുപോയി. പലയിടങ്ങളിലായി അജ്ഞാത മൃതദേഹങ്ങൾ കണ്ടെത്തി. പക്ഷേ പോലീസിന് ഇവ തമ്മിലുള്ള കാര്യകാരണ ബന്ധങ്ങൾ തെളിയിക്കാൻ ഒരു തുമ്പും ലഭിച്ചില്ല. കാരണം മൃതദേഹങ്ങൾ കണ്ടെത്തിയത് പൊതു ശൗചാലയങ്ങളിലാണ്. കൊലപാതകിയുമായി ബന്ധിപ്പിക്കുന്ന ഒരു തെളിവും പോലീസിന് ലഭിച്ചില്ല. സ്വാഭാവിക മരണമാണെന്ന് പലരും കരുതി. എന്നാൽ വഴിത്തിരിവുണ്ടായി. 2009 അനിത എന്ന 22കാരിയുടെ തിരോധാനം കഥ മാറ്റിമറിച്ചു. അനിതയുടെ ഫോൺ കോളുകൾ തിരഞ്ഞപ്പോൾ ഒരു നമ്പറിലേക്ക് സ്ഥിരം വിളിച്ചിരുന്നതായി കണ്ടെത്തി. എന്നാൽ ആ നമ്പർ ധനരാജ് എന്ന ആളുടെയായിരുന്നു. അതൊരു വ്യാജ പേരാണെന്ന് തെളിഞ്ഞു. കൂടുതൽ പരിശോധന നടന്നു. അവസാനം കാണാതാകുന്ന സ്ത്രീകളുടെ ഫോണുകൾ സ്വിച്ച് ഓഫ് ആകുന്നതിന് തൊട്ടു മുൻപ് ഇതേ ലൊക്കേഷൻ ഉണ്ടായിരുന്നു എന്ന് പോലീസ് കണ്ടെത്തി. ആ ടവർ ലൊക്കേഷൻ ബാംഗ്ലൂരിലെ ഒരു ഗ്രാമത്തിലേക്കാണ് വിരൽ ചൂണ്ടിയത്. അത് മോഹൻകുമാറിൻ്റെ വീടായിരുന്നു. അറസ്റ്റും കുറ്റസമ്മതവും. ഒടുവിൽ മംഗ്ലൂരിലെ ധള്ളക്കട്ട എന്ന സ്ഥലത്ത് വെച്ച് പോലീസ് മോഹനെ വളഞ്ഞു. എന്നാൽ അയാൾക്ക് യാതൊരു ഭാവമാറ്റവും ഉണ്ടായിരുന്നില്ല. ചോദ്യം ചെയ്യലിൽ അയാൾ വെളിപ്പെടുത്തിയ കാര്യങ്ങൾ പോലീസിനെ പോലും ഞെട്ടിച്ചു. ഒന്നല്ല, രണ്ടല്ല, 20 യുവതികൾ. ഓരോരുത്തരെയും കൊന്ന രീതി, അവരിൽ നിന്നും മോഷ്ടിച്ച ആഭരണങ്ങൾ, കൊലപാതകത്തിന് ഉപയോഗിച്ച സൈനൈഡ് വാങ്ങിയ സ്ഥലം, എല്ലാം അയാൾ തത്ത പറയുന്നത് പോലെ പറഞ്ഞു. ഒരു സ്വർണ്ണപ്പണിക്കാരിൽ നിന്നാണ് സ്വർണം വൃത്തിയാക്കുന്നതിനാണ് എന്ന വ്യാജേന സൈനൈഡ് വാങ്ങിയിരുന്നത്. കൊലപാതകത്തിന് ശേഷം അയാൾ വീട്ടിലേക്ക് മടങ്ങും. ഒന്നും സംഭവിക്കാത്തതുപോലെ ഭാര്യയ്ക്കും കുട്ടിക്കും ഒപ്പം ഉറങ്ങും. ഇരകളുടെ മൃതദേഹങ്ങൾ അനാഥ ശവങ്ങളായി പലയിടങ്ങളിലും സംസ്കരിക്കപ്പെട്ടു. ശിക്ഷയും നിലവിലെ അവസ്ഥയും.
കോടതിയിൽ വിചാരണ നടക്കുമ്പോൾ പോലും അയാൾ നിസ്സംഗനായിരുന്നു. പല കേസുകളിലും അയാൾക്ക് വധശിക്ഷ വിധിച്ചു. എന്നാൽ പിന്നീട് ചില സാങ്കേതിക കാരണങ്ങളാലും മാനുഷിക പരിഗണനകളാലും മേൽക്കോടതി അതിനെ ജീവപര്യന്തമായി ചുരുക്കി. ഇന്ന് കർണാടകയിലെ ബെലഗാവിയിലെ സെൻട്രൽ ജയിലിൽ പുറലോകം കാണാതെ സയനൈഡ് മോഹനൻ ജീവിക്കുന്നു. 20ലധികം ജീവനുകൾ ദയാദാക്ഷിണ്യമില്ലാതെ കവർന്നെടുത്ത നൂറുകണക്കിന് കുടുംബത്തിൻ്റെ കണ്ണീരിന് കാവൽക്കാരനായ ആ ക്രൂരൻ ഇന്നും അഴികൾക്കുള്ളിൽ കിടക്കുന്നു. വിവാഹ വാഗ്ദാനങ്ങൾ വിശ്വസിച്ച് അപരിചിതരുടെ കൂടെ ഇറങ്ങിപ്പോകുന്നവർക്കുള്ള വലിയ മുന്നറിയിപ്പാണ് സയനൈഡ് മോഹൻകുമാർ. ഈ കഥയും കളങ്കാവൽ എന്ന സിനിമയും തമ്മിലുള്ള ബന്ധം നമുക്ക് കാണാവുന്നതാണ്. വിനായകൻ നായകനും മമ്മൂട്ടി പ്രതിനായകനുമായി എത്തുന്ന ജിതിൻ ജോസഫ് സംവിധാനം ചെയ്യുന്ന സിനിമയാണ് കളങ്കാവൽ. ഈ സിനിമ സയനൈഡ് മോഹൻകുമാറിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കിയതാണെന്ന് ശക്തമായ അഭിവ്യൂഹങ്ങളുണ്ട്. സിനിമയിലെ മമ്മൂട്ടി അവതരിപ്പിക്കുന്ന കഥാപാത്രം സയനൈഡ് മോഹൻ്റെ സമാനമായ രീതിയിൽ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ഒരാളാണെന്ന് നമുക്ക് കാണാം. സയനൈഡ് ഉപയോഗിച്ചുള്ള കൊലപാതകങ്ങളും സീരിയൽ കില്ലിംഗ് സിനിമയിൽ കാണാം. എന്നാൽ ഈ സിനിമ മോഹൻകുമാറിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി വന്നതല്ല എന്ന് മമ്മൂക്ക പറയുന്നു. സയനൈഡ് കഥയുമായി സിനിമയ്ക്ക് നേരിട്ട് ബന്ധമില്ല, എന്നാൽ അതുപോലെ ഒരാളുടെ കഥയാകാം എന്ന വാക്കുകളാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് യഥാർത്ഥ സംഭവങ്ങളിൽ നിന്നും പ്രചോദനം കൊണ്ട സാങ്കല്പികത അല്ലെങ്കിൽ മറ്റൊരു കുറ്റവാളിയുടെ കഥയോ ആവാം കളങ്കാവൽ.